Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ പിക്ചേഴ്സ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ഈ മോഷൻ പിക്ചേഴ്സ് പറഞ്ഞാൽ? അതായത് ചലിക്കുന്ന ചിത്രങ്ങൾ. മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കുക എന്നുള്ളതാണ്. അപ്പം മോഷൻ പിക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഉണ്ടല്ലോ. അതായത് വീഡിയോകൾ എങ്ങനെയാണ്, അതായത് വീഡിയോകളാണ് എന്ത് ചെയ്യുന്നത്, ചലിക്കുന്ന ചിത്രങ്ങൾ. മോഷൻ പിക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ആണ്. അപ്പൊ വീഡിയോസ് എങ്ങനെയാണ് വന്നത്, ആ വീഡിയോസിന്റെ ആ ഒരു ഇൻവെൻഷൻ, അതിന്റെ കണ്ടെത്തലിന്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ പിക്ചേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കൂ, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. മോഷൻ പിക്ചേഴ്സിന്റെ ഇൻവെൻഷൻ, അതിലേക്ക് ലീഡ് ചെയ്ത സംഭവം കേട്ടോ. നോക്കൂ, ദ ഇൻവെൻഷൻ ഓഫ് മോഷൻ പിക്ചേഴ്സ് വാസ് ആൻ ആക്സിഡന്റൽ ഒക്കറൻസ്. അതായത് മോഷൻ പിക്ചേഴ്സ്, വീഡിയോസിന്റെ കണ്ടെത്തലുകൾ, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ ഒക്കറൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും മോഷൻ പിക്ചേഴ്സ്, അതായത് വീഡിയോസിന്റെ കണ്ടെത്തല് എന്ന് വെച്ച് അതായത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി നടന്നതല്ല. അത് അപ്രതീക്ഷിതമായിട്ട് ഒരു ഉണ്ടായൊരു സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻ ദ 19th century ഹോഴ്സ് റേസിംഗ് വാസ് എ സ്പെക്ടാക്കുലർ എന്റർടൈൻമെന്റ്. 19ാം നൂറ്റാണ്ടിലെ ആളുകൾക്കിടയിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിനോദമായിരുന്നു ഹോഴ്സ് റേസിംഗ്. There was a popular debate among the horse racing community in San Francisco. അതായത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ, അവിടെയുള്ള ഹോഴ്സ് റേസിംഗ് കമ്മ്യൂണിറ്റി, ഹോഴ്സ് റേസിംഗിൽ താല്പര്യമുള്ള, അതിൻ്റെ കാണികളായിട്ടുള്ള ആളുകൾ, അതിനോട് താല്പര്യമുള്ള ആളുകൾ, അവർക്കിടയിൽ ഒരു ഡിബേറ്റ്, അവർക്കിടയിലുള്ള ഒരു ചർച്ചയാണ് ഇതിൻ്റെ ഒരു ബേസ്. അപ്പൊ എന്തായിരുന്നു അവർക്കിടയിലുള്ള ചർച്ച എന്ന് വെച്ചാൽ, ഇത് രസകരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇതാണ് ആ ചർച്ച. അബൌട്ട് വെദർ എ ഗാലോപ്പിംഗ് ഹോഴ്സ് എവർ ഹാഡ് ഓൾ 4 feet ഓഫ് ദ ഗ്രൗണ്ട് അറ്റ് ദ സെയിം ടൈം. ഇതാണ് അവരുടെ ചർച്ച. അതായത് ഒരു ഗാലോപ്പിംഗ് ഹോഴ്സ്, ഒരു കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിര, ഓടുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അറ്റ് ദ സെയിം ടൈം, ഒരു സമയത്ത്, ഒരേ മൊമെന്റിൽ ഗ്രൗണ്ടിൽ നിന്നും അതിന്റെ 4 കാലും അത് ഉയർത്തിയിട്ടുണ്ടാവുന്നു. അതായത് അതിന്റെ 4 കാലും ഒരേ സമയം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട്, അതായത് 4 കാലും ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങണം. അങ്ങനെ ഉണ്ടാകുമോ എന്നൊരു ഡിബേറ്റ്. സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. നോക്കൂ, സം ബിലീവ്ഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 foot വാസ് ഓൾവേസ് ഓൺ ദ ഗ്രൗണ്ട്. ചില ആൾക്കാരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു, ഏതൊരു സമയത്താണെങ്കിലും ഒരു കാല് ഗ്രൗണ്ടിൽ ടച്ച് ഉണ്ടാവും. 1 foot എപ്പോഴും ഓൾവേസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് കുറച്ച് ആളുകൾ അങ്ങനെ വിശ്വസിച്ചു. വൈൽ അതേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് horses did indeed lift all 4 feet during the gallop. അതേ സമയത്ത് തന്നെ മറ്റു കുറച്ച് ആളുകൾ വാദിക്കാണ്, അതായത് കുതിര ഓടുന്ന സമയത്ത്, കുതിച്ചോടുന്ന സമയത്ത് did indeed lift all 4 feet, 4 കാലും ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു കൂട്ടവും വാദിച്ചു. did indeed lift all 4 feet. അവിടെ ആ ഡിഡ് വന്നത് ലിഫ്റ്റ്, ഉയർത്തുക എന്നുള്ളതിന് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് അടിവരെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഡിഡ് ഉപയോഗിച്ചത് കേട്ടോ. ഇനി ഈ ഒരു തർക്കം, ഈ ഒരു ചർച്ച വിഷയം ആരുടെ ശ്രദ്ധയിൽപ്പെട്ടു? ലേലാൻഡ് സ്റ്റാൻഫോർഡിന്റെ. ഇയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഫോമർ ഗവർണർ ഓഫ് കാലിഫോർണിയ ആൻഡ് എ സക്സസ്ഫുൾ റേസോഴ്സ് ഓണർ. അതായത് ഇയാള് കാലിഫോർണിയയുടെ മുൻ ഗവർണറും, അതുപോലെ തന്നെ ഇയാളുടെ കൈവശം കുറച്ച് റേസ് ഹോഴ്സുകളുടെ ഓണറാണ് ഇയാൾ. ഇത്തരം മത്സരങ്ങൾക്ക്, കുതിരയോട്ട മത്സരങ്ങൾ,
ഇവയ്ക്ക് കൊണ്ടുപോകുന്ന കുതിരകളുടെ ഉടമസ്ഥനും മുൻ കാലിഫോർണിയ ഗവർണറുമായിരുന്ന ലേലാൻഡ് സ്റ്റാൻഫോർഡ് ഇദ്ദേഹത്തിന്റെ ചെവിയിലും എത്തി. ഇദ്ദേഹവും ഈ വിഷയം അറിഞ്ഞു. അതുമാത്രമല്ല, ഇദ്ദേഹം ഈ വ്യക്തി ഉണ്ടല്ലോ, ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ ബിലീവ്ഡ് ദാറ്റ് ഇഫ് എ ഹോഴ്സ് കുഡ് ലിഫ്റ്റ് all 4 feet ഓഫ് ദ ഗ്രൗണ്ട് ഡ്യൂറിങ് ദ ഗാലോപ്പ്, ഓടുന്ന സമയത്ത്, ഗാലോപ്പ് കുതിച്ചോടുന്ന സമയത്ത് ഒരു കുതിരയ്ക്ക് 4 കാലും ഗ്രൗണ്ടിൽ നിന്നും ലിഫ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ it would give the horse an advantage in the racing world. അതായത് അങ്ങനെയാണെങ്കിൽ ഈ റേസിംഗ് വേൾഡിൽ അത് ആ കുതിരയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും, ഒരു മേന്മയായിരിക്കും. അപ്പൊ എന്തായി കഴിഞ്ഞാലും അങ്ങനെ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കഴിവ് 4 ലെഗ്സ് അല്ലെങ്കിൽ 4 feet ഒരേ സമയം ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയണം എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. കാരണം എന്തായി കഴിഞ്ഞാലും ഇയാളുടെ കൈവശം ഒരുപാട് റേസ് ഹോഴ്സസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവ എന്ത് ചെയ്താൽ മതി, ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി, അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം എന്തായാലും ഇയാളെ കൈവശം കുതിരകൾ ഉണ്ടല്ലോ. ഇയാളിത് തീരുമാനിക്കുകയാണ്. മാത്രമല്ല, ഇയാൾ എന്ത് ചെയ്തു, ഹി ആസ്ക്ഡ് എഡ്വേർഡ് മെയ്ബ്രിഡ്ജിനോട്, ഇദ്ദേഹം ഒരു ക്യാമറ, ഒരു ഫോട്ടോഗ്രാഫറാണ്. ആര്? എഡ്വേർഡ് മൈബ്രിഡ്ജ്. ഇദ്ദേഹം എഡ്വേർഡ് മൈബ്രിഡ്ജിനോട് ആവശ്യപ്പെടാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? ടു ക്യാപ്ചർ എ സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫ് ദാറ്റ് വുഡ് സെറ്റിൽ ദി ഡിബേറ്റ് വൺസ് ആൻഡ് ഫോർ ഓൾ. ഈ പ്രശ്നം ഉണ്ടല്ലോ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു തർക്കം, ഈ ഒരു ഡിബേറ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ ഒരു ആളുകൾക്കിടയിലെ ഡിബേറ്റ്, ചർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ഏതാനും സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫ് വേണം. അതായത് സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫ്, ഒന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് അങ്ങനെ. അതായത് ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിന്റെ, ഒരു സംഭവത്തിന്റെ പല പല ഘട്ടങ്ങളിലെടുത്ത ഒരുപാട് ഏതാനും ഫോട്ടോഗ്രാഫ് വേണം എന്ന് ഇദ്ദേഹം പറയാണ്. മാത്രമല്ല, എഡ്വേർഡ് എന്ത് ചെയ്തു, ഇത് കേട്ടതും എന്തൊരു സംഭവവും ഒരു ചലഞ്ച് എന്തും ഏറ്റെടുക്കുന്ന പ്രകൃതക്കാരനാണ് എഡ്വേർഡ്. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് എന്ത് ചെയ്തു, സെറ്റപ്പ് എ സീരീസ് ഓഫ് ക്യാമറാസ് അലോങ് എ ട്രാക്ക്. ഒരു ട്രാക്കിൽ കുറേ ക്യാമറകൾ സെറ്റ് ചെയ്തു, വരിയായിട്ട് ക്യാമറകൾ അങ്ങനെ ട്രാക്കിൽ സെറ്റ് ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഒരു ഫോട്ടോ അല്ല വേണ്ടത്, സീരീസ് ഓഫ് ഫോട്ടോ വേണം. അതായത് ഒന്നല്ല, അതായത് ഏതാനും ഫോട്ടോസ് ഇയാൾക്ക് വേണം. ഒന്ന് പോരാ, ഇയാൾക്ക് ഒരു സീരീസ് ഓഫ് എന്ത് വേണം, ഫോട്ടോസ് വേണം. അപ്പൊ ഒന്ന് പോരാ, സീരീസ് വേണം. ഒരു ഫോട്ടോ പോരാ, സീരീസ് ഓഫ് ഫോട്ടോസ് വേണം. ഫോട്ടോസിന്റെ ഒരു നിരയായിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ഫോട്ടോസ് ഇയാൾക്ക് ലഭിക്കണം. എഡ്വേർഡ് സെറ്റപ്പ് എ സീരീസ് ഓഫ് ക്യാമറാസ് അലോങ് എ ട്രാക്ക് and used a series of tripwires to trigger the camera in quick succession as the horse galloped past. അതായത് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, കുതിരകൾക്ക് ഓടാൻ വേണ്ട ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കിൽ ഏതാനും ക്യാമറകൾ ഇയാൾ സെറ്റ് ചെയ്തു. ക്യാമറ മാത്രമല്ല, ശേഷം എന്ത് ചെയ്തു, ആ ട്രാക്കിൽ ക്രോസ് ചെയ്തിട്ട് ട്രിപ്പ് വയേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരടുകൾ സെറ്റ് ചെയ്തു, ക്യാമറയിൽ നിന്നും ചരടുകൾ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുതിര ഓടുകയാണല്ലോ, കുതിര ഓടുമ്പോൾ ഈ വയർ ക്രോസ് ചെയ്യും. അതായത് ക്യാമറകൾ ഇങ്ങനെ അടുത്തടുത്താവുമ്പോൾ കുതിര ഓടുമ്പോൾ ഈ വയറുകൾ, ട്രിപ്പ് വയേഴ്സ് വരുന്നത് ട്രാക്കിനെ ക്രോസ് ചെയ്തിട്ടാവും എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഈ വയർ ക്രോസ് ചെയ്യുമ്പോൾ ഈ ക്യാമറ ട്രിഗർ ചെയ്യും. മാത്രമല്ല എന്ത് ചെയ്യും, കുതിരയുടെ ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കുതിരയുടെ ഫോട്ടോസ് ലഭിക്കുകയും ചെയ്യും. കുതിര ഗാലോപ്പ് ചെയ്യും ഓടുമ്പോൾ. യൂസ്ഡ് എ സീരീസ് ഓഫ് ട്രിപ്പ് വയേഴ്സ് ടു ട്രിഗർ ദ ക്യാമറ. ആ വയർ വെച്ചിട്ടുള്ളത് ടു ട്രിഗർ ദ ക്യാമറ ഇൻ ക്വിക്ക് സക്സഷൻ ആസ് ദ ഹോഴ്സ് ഗാലോപ്ഡ് പാസ്റ്റ്. അതായത് ഈ ഒരു കുതിര
ഗാലോപ്പിംഗ് ഹോഴ്സ് ക്യാമറയുടെ മുൻപിൽ ക്യാമറ ക്രോസ് ചെയ്യുമ്പോക്ക് എന്ത് ചെയ്യണം, ആ ക്രോസ് ചെയ്യുന്നതിന് ആ ഒരു ടൈം സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യും, വയർ ക്രോസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, ക്യാമറ ട്രിഗർ ചെയ്യും, ഫോട്ടോ എടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ എന്ത് ചെയ്യും, അപ്പോ ഇങ്ങനെ ഏതാനും ക്യാമറകൾ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത്രയും ഫോട്ടോസ് ലഭിക്കും. ഫോർ ദ ഫസ്റ്റ് ടൈം, അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം പീപ്പിൾ കുഡ് സീ ദ ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സ് ഓഫ് ഹോഴ്സ് ഡ്യൂറിങ് ദ ഗാലോപ്പ്. അങ്ങനെ ആളുകൾക്ക് ഇതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് കുതിര ഓടുന്ന സമയത്ത്, കുതിര ഗാലോപ്പ് ചെയ്യുന്ന സമയത്തെ വ്യത്യസ്തമായിട്ടുള്ള കുതിരയുടെ മൂവ്മെന്റ്സ് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെന്റ്സ്, ആ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡിങ് മൂവ്മെന്റ് വെൻ ഓൾ 4 feet were off the ground, അതായത് 4 കാലും ഓഫ് ഗ്രൗണ്ട് ആയി നിൽക്കുന്നത്, അതായത് 4 കാലും എർത്തിൽ നിന്നും പൊന്തി നിൽക്കുന്ന, അല്ല ടച്ച് ചെയ്യാതെ നിൽക്കുന്ന ആ ഒരു മൊമെന്റും ഇവർക്ക് ലഭിച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ട്രാക്കിൽ സീരീസ് ആയിട്ട് ക്യാമറ വെച്ചത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, അതിന്റെ ആ ഒരു മൂവ്മെന്റ്, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റ്സിലെല്ലാം ഓരോ ക്യാമറകൾ എന്ത് ചെയ്യാണ്, അതായത് ഓരോ ക്യാമറകളും വ്യത്യസ്തമായ ഓരോ പോയിന്റിൽ എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്യാണ്, ഇമേജ് ക്യാപ്ചർ ചെയ്യാണ്. അപ്പൊ അത് ഓരോന്നും വ്യത്യസ്തമായിരിക്കും. കൂട്ടത്തില് ഈ 4 അതിന്റെ ഫീറ്റുകള് ഓഫ് ഗ്രൗണ്ട് ആയി നിൽക്കുന്ന ആ ഒരു ഇമേജും ലഭിച്ചു. അതോടുകൂടി ആ ഒരു പ്രശ്നത്തിന് അവിടെ പരിഹാരമായി. എന്നാൽ തൻ്റെ ഈ ഫോട്ടോസില് എഡ്വേർഡ് തൻ്റെ പരീക്ഷണ ഗവേഷണങ്ങൾ നിർത്തിയില്ല. എന്ത് ചെയ്തു, എഡ്വേർഡ് ബിഗാൻ എക്സ്പെരിമെന്റിങ് വിത്ത്, ഈ ഫോട്ടോസ് വെച്ചിട്ട് എഡ്വേർഡ് പരീക്ഷണങ്ങൾ നടത്തി. അതും എങ്ങനെ, വിത്ത് പ്രൊജക്റ്റിംഗ് ദ ഇമേജസ് ഇൻ റാപ്പിഡ് സക്സഷൻ ടു ക്രിയേറ്റ് ദ ഇലൂഷൻ ഓഫ് മോഷൻ. അതായത് ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, അതായത് വ്യത്യസ്തമായ ക്യാമറകൾ ഉപയോഗിച്ചെടുത്ത ഫോട്ടോസ്, ആ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഓടുന്നതിന്റെ ഗാലോപ്പിങ്ങിന്റെ മൂവ്മെന്റ്സ് ഇതിൽ ആദ്യത്തെ ക്യാമറയിൽ പകർന്നത് തൊട്ട് അവസാനത്തെ ക്യാമറ ക്യാപ്ചർ ചെയ്ത വരെ ഇമേജസ് ഉണ്ട്. ഈ ഇമേജസ് എല്ലാം ഇയാൾ എന്ത് ചെയ്യാണ്, അതായത് ഒരു റാപ്പിഡ് സക്സഷൻ ഇമേജസ് എല്ലാം എന്തെങ്കിലും സംഭവത്തിൽ, അതായത് എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇമേജ് എല്ലാം പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, അതിവേഗത്തിൽ ഇത് കറക്കുകയാണ്. അപ്പൊ അതിവേഗത്തിൽ ഇമേജ് ഇങ്ങനെ കറങ്ങുമ്പോൾ എന്ത് കിട്ടും, ഇലൂഷൻ ഓഫ് മോഷൻ, അതായത് ഒരു ചലിക്കുന്ന പ്രതീതി. അതായത് ഇതെല്ലാം സ്റ്റിൽ ഇമേജസ് ആണ്. ഈ ഇമേജുകളെല്ലാം എന്തല്ല, അതായത് മൂവിങ് അല്ല, മോഷൻ അല്ല, സ്റ്റിൽ ഇമേജസ് ആണ്. അപ്പൊ ഈ ഇമേജസ് എല്ലാം എന്ത് ചെയ്യാണ്, ജസ്റ്റ് എന്തിലെങ്കിലും ഒന്ന് എന്ത് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് എന്ത് ചെയ്തു, വളരെ വേഗത്തിൽ ഇത് കറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, ഇൻ റാപ്പിഡ് സക്സഷൻ, അതായത് വളരെ വേഗത്തിൽ. അപ്പൊ ഈ ഇമേജസ് ഒന്നിന് കഴിയുമ്പോൾ അടുത്ത ഇമേജ് വരും. ആ രീതിയിൽ അതിവേഗത്തിൽ ഈ ഇമേജസിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, കറക്കുമ്പോൾ ഒരു ഇലൂഷൻ ഓഫ് മോഷൻ, അതായത് ഇവ ചലിക്കുന്ന ഒരു പ്രതീതി ലഭിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഇങ്ങനെ അവിടെ വരികയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ പിക്ചേഴ്സിനെ സ്റ്റിൽ ഇമേജസിൽ നിന്നും നമുക്കൊരു മൂവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദിസ് ലീഡ്, അദ്ദേഹത്തിന്റെ ഈ ഒരു ചിന്ത, ഈ ഒരു എക്സ്പെരിമെന്റ് നയിച്ചു ടു ദ ഇൻവെൻഷൻ ഓഫ്, അടുത്ത ഉപകരണത്തിന്റെ കണ്ടെത്തൽ. ആ ഉപകരണത്തിന്റെ പേരാണ് സൂപ്രാസിസ്കോപ്പ് കേട്ടോ. സൂപ്രാസിസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഇത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് എ ഗ്ലാസ് ഡിസ്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിന്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസിന്റെ ഡിസ്ക് ഉണ്ട്. ആകൃതി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്ലാസിന്റെ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിന്റെ പ്രത്യേകത വിത്ത് എ സീരീസ് ഓഫ് ഇമേജസ് അറൗണ്ട് ദ എഡ്ജ്. ഡിസ്ക് അല്ലേ, ഡിസ്കിന്റെ അറ്റങ്ങൾ ഉണ്ടാവില്ലേ, അറ്റങ്ങളിലായിട്ട് എന്തുണ്ട്, ചിത്രങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല when spun and viewed through a projector, നമ്മൾ അതിങ്ങനെ കറക്കിയിട്ട് അപ്പൊ എന്ത് ചെയ്യുക, ആ ഡിസ്ക് ഇങ്ങനെ കറക്കുക. ആ ഡിസ്കിന്റെ എല്ലാം എഡ്ജിൽ ചിത്രങ്ങളുണ്ട്. ആ ഡിസ്ക് നമ്മൾ കറക്കുമ്പോൾ
അതുപോലെ തന്നെ പ്രൊജക്ടറിലൂടെ നോക്കുമ്പോൾ viewed through a projector created the first moving pictures. നമുക്ക് അവിടെ എന്ത് ലഭിക്കുന്നു? മൂവിങ് പിക്ചേഴ്സ്. അപ്പൊ ഇത് അതിവേഗത്തിൽ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ചിത്രങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നാതെ ഇതൊരു മൂവിങ് പിക്ചറായിട്ട് നമുക്ക് ലഭിക്കുന്നു. നോക്കൂ, അടുത്തത് കൈനറ്റോസ്കോപ്പ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് കൈനറ്റോസ്കോപ്പ്. അപ്പൊ എന്താണ് ഈ സാധനം എന്നുള്ളത്? കൈനറ്റോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ 1891 തോമസ് ആൽവ എഡിസൺ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എ US ബേസ്ഡ് ഇൻവെന്റർ ആൻഡ് ബിസിനസ്മാൻ പാറ്റന്റഡ് കൈനറ്റോസ്കോപ്പ്. 1891 US ഇൻവെന്ററും ബിസിനസ്മാനുമായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പാറ്റന്റ് ചെയ്തിട്ടുള്ള, സ്വന്തം പേരിലാക്കിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കൈനറ്റോസ്കോപ്പ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് അലോവ്ഡ്, ഈ ഡിവൈസ് എന്ത് ചെയ്യും? അലോ ചെയ്യും. അലോവ്ഡ് വ്യൂവർ ടു വാച്ച് എ മൂവിങ് ഇമേജ് ത്രൂ എ പീപ്പ് ഹോള്. അതായത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിവൈസ് ആണ്. ഈ ഡിവൈസിലൂടെ നമുക്കൊരു മൂവിങ് ഇമേജ്, ഒരു ചലിക്കുന്ന ഇമേജ് നമുക്ക് ഈ ഡിവൈസിൽ ഒരു പീപ്പ് ഹോൾ ഉണ്ട്. അതായത് നോക്കാനുള്ള ഒരു ഹോള്. അതായത് ആ ഹോളിലൂടെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യുന്ന ഇമാജിനെ വാച്ച് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണിത്. ഇറ്റ് വാസ് എ മേജർ ബ്രേക്ക് ത്രൂ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സിനിമ. അതായത് സിനിമയുടെ വികാസത്തിനു പിറകിലുള്ള ഒരു വഴിത്തിരിവായിരുന്നു എന്ത്? ഈ കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താന്ന് വെച്ചാൽ ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. അതായത് മൂവിങ് ഇമാജിനെ വാച്ച് ചെയ്യാൻ പറ്റുന്ന, മൂവിങ് ഇമാജിനെ വാച്ച് ചെയ്യാവുന്ന ഒരു ഡിവൈസ്. ഇനി അടുത്തത് എഡിസന്റെ ഫോണോഗ്രാഫ്. എഡിസൺ കണ്ടെത്തിയ അടുത്ത സാധനമാണ് എന്ത്? ഫോണോഗ്രാഫ്. ഇത് 1913 എഡിസൺ ഇൻട്രൊഡ്യൂസ്ഡ് ദ എഡിസൺ ഫോണോഗ്രാഫ്, a device which allowed sound to be recorded and played back using cylinder. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇത് ഉപയോഗിച്ച് ശബ്ദം റെക്കോർഡ് ചെയ്യാനും പിന്നീട് റെക്കോർഡ് ചെയ്ത ശബ്ദം സിലിണ്ടർ ഉപയോഗിച്ചിട്ട് കേൾക്കാനും സാധ്യമാവുന്ന ഒരു ഡിവൈസ് ആണ്. പ്രത്യേകത ശബ്ദം റെക്കോർഡ് ചെയ്യാനും അത് പ്ലേബാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഉപകരണമാണ് എഡിസൺ ഫോണോഗ്രാഫ് എന്നുള്ളത്. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൂമിയർ ബ്രദേഴ്സിനെ കുറിച്ചിട്ടാണ്. ലൂമിയർ ബ്രദേഴ്സ് ഇവരാരൊക്കെയാ? ലൂയിസ് ആൻഡ് അഗസ്റ്റൻ ലൂമിയർ. ലൂയിസും അഗസ്റ്റൻ ലൂമിയർ ഇവർ രണ്ടുപേരുമാണ് ലൂമിയർ ബ്രദേഴ്സ്. ഇവര് ഫ്രഞ്ച് ഇൻവെന്റേഴ്സ് ആണ്. who are credited with creating the first commercially successful motion picture projection system. Motion picture projection system അതായത് ചലിക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്ന സംവിധാനം. അതായത് ചലിക്കുന്ന ഇമേജ് ഉണ്ടാക്കുന്ന സിസ്റ്റം. ആ സംവിധാനം ഉണ്ടാക്കിയ, ക്രെഡിറ്റ് സ്വന്തമാക്കിയ രണ്ടാളുകളാണ് ലൂയിസ് ആൻഡ് അഗസ്റ്റൻ ലൂമിയർ ബ്രദേഴ്സ്. ലൂയിസ് ആൻഡ് അഗസ്റ്റൻ ലൂമിയർ were French inventors who are credited with creating the first commercially successful, അതായത് കൊമേഴ്ഷ്യലി വിജയകരമായിട്ടുള്ള ആദ്യത്തെ മോഷൻ പിക്ചർ പ്രൊജക്ഷൻ സിസ്റ്റം, അതായത് ചലിക്കുന്ന ചിത്രം ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനത്തിന്റെ നിർമ്മാണ ക്രെഡിറ്റ് സ്വന്തമാക്കിയ ആളുകൾ. In 1895 they unveiled their invention. അവരിത് കണ്ടെത്തി. അങ്ങനെ 1895 അവര് കണ്ടെത്തിയ സാധനം അവര് അൺവീൽ ചെയ്തു, പുറം ലോകത്തിന്റെ മുന്നിൽ അവർ പ്രദർശിപ്പിച്ചു. എന്താണ് ആ സാധനത്തിന്റെ പേര്? ദ സിനിമാറ്റോഗ്രഫി, which was capable of recording and projecting moving images. മൂവിങ് ഇമാജസിനെ റെക്കോർഡ് ചെയ്യാനും അത് പ്രൊജക്റ്റ് ചെയ്യാനും സാധ്യമായിട്ടുള്ള
ഒരു സംവിധാനം. ആ സംവിധാനമാണ് സിനിമാറ്റോഗ്രഫി. അപ്പൊ ഇത് അതായത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്യാമറയിൽ നമുക്ക് സംവിധാനം ഉണ്ട്. കാരണം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഡിജിറ്റൽ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും, മൂവിങ് ഇമേജിനെ ക്യാപ്ചർ ചെയ്യാനും കാണാനും പറ്റും. പഴയകാല ക്യാമറകളിൽ അങ്ങനെയല്ല, നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ മാത്രമേ പറ്റുണ്ടാവുള്ളൂ പണ്ട് കാലം അല്ലേ. പക്ഷെ അത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ട്രാൻസ്മിഷൻ വേറെ നടക്കണം അല്ലേ. ആ ഒരു ക്യാപ്ചർ ചെയ്തത് എന്ത് ചെയ്യണം, TV പോലുള്ള സംവിധാനങ്ങളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലോട്ട്, അതായത് വീഡിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ. ഇത് നോക്കൂ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ ഫിലിം സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്ത സിനിമ എന്താണ്, അത് ആരാണ്, എന്താണ് സംഭവം? ദ ഫസ്റ്റ് പബ്ലിക് സ്ക്രീനിങ് ഓഫ് എ ഫിലിം യൂസിങ് സിനിമാറ്റോഗ്രഫി took place in പാരീസ്. അതായത് സിനിമാറ്റോഗ്രഫി ഉപയോഗിച്ചുള്ള ആദ്യത്തെ സിനിമ സ്ക്രീനിങ് പാരീസിലാണ് നടന്നത്. അതും ഓൺ ഡിസംബർ 28, 1895 ഡിസംബർ 28, 1895. അത് നടത്തിയത് ദ ലൂമിയർ ബ്രദേഴ്സ്. ആരെന്നെയാണ്? ലൂമിയർ ബ്രദേഴ്സ് ആണ്. ഇവർ ചെയ്തൊരു കാര്യമാണ് എന്താണെന്നറിയോ, ഇവര് നമുക്കറിയാവുന്ന കാര്യമാണ് സിനിമാറ്റോഗ്രഫി, അതായത് മൂവിങ് ഇമേജ് റെക്കോർഡ് ചെയ്യാനും പ്രൊജക്റ്റ് ചെയ്യാനും കാപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് ഇവർ കണ്ടെത്തി. പിന്നെ ഇവരെന്താ ചെയ്തത്, ലൂമിയർ ബ്രദേഴ്സ് ക്വിക്ക്ലി ക്യാപിറ്റലൈസ്ഡ് ഓൺ ദയർ ഇൻവെൻഷൻ. അവരുടെ ഇൻവെൻഷൻ അവർ വളരെ പെട്ടെന്ന് ക്യാപിറ്റലൈസ് ചെയ്തു. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കച്ചവട ചരക്കാക്കി മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും അവർ പണം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി തുടങ്ങി. എങ്ങനെ? പ്രൊഡ്യൂസിങ് എ സീരീസ് ഓഫ് ഷോർട്ട് ഫിലിംസ് ദാറ്റ് ക്യാപ്ചേർഡ് എവരിഡേ സീൻസ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഡെയിലി സംഭവങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് അത് വെച്ചുള്ള ഷോർട്ട് ഫിലിംസ് അവര് ഷൂട്ട് ചെയ്തു. These films were known as actualities. ഈ സിനിമകളുടെ പേര് ആക്ച്വാലിറ്റീസ് എന്ന പേരിലാണ് ഈ സിനിമകൾ അറിയപ്പെട്ടിരുന്നത്. They were hugely popular and helped to establish cinema as a new form of entertainment. അതായത് ഈ ആക്ച്വാലിറ്റീസ് എന്ന് പറയുന്ന സീരീസ് ഷോർട്ട് ഫിലിംസ് വളരെയധികം പോപ്പുലർ ആയിരുന്നു. മാത്രമല്ല helped to establish cinema as a new form of entertainment. ഒരു പുതിയ വിനോദ രീതി എന്ന നിലയ്ക്ക് സിനിമയെ എസ്റ്റാബ്ലിഷ് ആക്കുന്നതിന്, സ്ഥാപിച്ചെടുക്കുന്നതിന് ഇവരുടെ ഈ ഷോർട്ട് ഫിലിംസ്, ഷോർട്സ് സഹായിച്ചു. The famous actualities captured by cinematography were, ഇവർ ക്യാപ്ചർ ചെയ്ത ചില ഇത്തരത്തിലുള്ള ചില ഷോർട്സിന്റെ പേരാണ്, ചില ഷോർട്സ് ആണ്. വർക്കേഴ്സ് ലീവിംഗ് ലൂമിയർ ഫാക്ടറി, ദ ഗാർഡനർ, ദ സ്പ്രിംഗ്ലർ സ്പ്രിംഗിൾഡ്, ഹോഴ്സ് ട്രിക്ക് റൈഡേഴ്സ്, ട്രെയിൻ അറൈവിംഗ് അറ്റ് എ സ്റ്റേഷൻ. ഇതൊക്കെ ഇത്തരത്തിൽ നിർമ്മിച്ച ആക്ച്വാലിറ്റീസ് ആണ്. നമുക്ക് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിക്ചർ ടെലിഗ്രാഫി എന്നുള്ളതാണ്. പിക്ചർ ടെലിഗ്രാഫി എന്ന് പറയുമ്പോൾ മോഷൻ പിക്ചർ അല്ല, പിക്ചർ ടെലിഗ്രാഫി കേട്ടോ, ചിത്രങ്ങളുടെ ഇമേജ്. അനദർ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വാസ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ചരിത്രത്തിലെ മറ്റൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു, മറ്റൊരു നാഴികക്കല്ലായിരുന്നു എന്ത്? പിക്ചർ ടെലിഗ്രാഫി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്, ഈ പിക്ചർ ടെലിഗ്രാഫിയുടെ മറ്റു പേരുകൾ ഒന്നാണ് ഫാക്സിമെയിൽ അല്ലെങ്കിൽ ഫാക്സിമെയിൽ ഓർ ഫാക്സ്. ഇറ്റ് ഈസ് എ ടെക്നോളജി ദാറ്റ് അലോസ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമേജസ് ഓവർ ടെലഗ്രാഫ് വയർ. ടെലഗ്രാഫ് വയറിലൂടെ ഇമേജസിന് ട്രാൻസ്മിഷൻ സെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനം. വയറിലൂടെ, വയർ മീൻസ്
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയർ ഉണ്ടല്ലോ, ആ വയറിലൂടെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വയറില്ലേ, വയറിലൂടെ, ഇവിടെ ഉദ്ദേശിച്ച വയർ ടെലഗ്രാഫ് വയർ, ആ വയറിലൂടെ ഇമേജസിനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇമേജസിനെ സെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്, പിക്ചർ ടെലിഗ്രാഫി ഓർ ഫാക്സിമൈൽ. ദ ഇൻവെൻഷൻ ബൈ അലക്സാണ്ടർ ബെയിൻ. ഈ കണ്ടെത്തല്, ഇതിന് പിറകിലുള്ള വ്യക്തി, ഇത് അലക്സാണ്ടർ ബെയിന്റെ കണ്ടെത്തലാണ്. വാസ് എ സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ത്രൂ ദ പേവ്ഡ് ദ വേ ഫോർ മോഡേൺ ഫാക്സിമൈൽ മെഷീൻസ്. അതായത് ആധുനിക ഫാക്സിമൈൽ മെഷീൻസിന്റെ കണ്ടെത്തലിന് സഹായകമായ അല്ലെങ്കിൽ വഴി തെളിയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ത്, ഈ പിക്ചർ ടെലിഗ്രാഫിയുടെ കണ്ടെത്തൽ. ഇനി അടുത്തത് സ്കാനിങ് ആൻഡ് സിങ്ക്രണൈസിങ് എന്നുള്ളതാണ്. സ്കാനിങ് ആൻഡ് സിങ്ക്രണൈസിങ്. Scanning and synchronizing are the fundamental operations in both picture telegraphy and television transmission. പിക്ചർ ടെലിഗ്രാഫിയിലും അതുപോലെ തന്നെ ടെലിവിഷൻ ട്രാൻസ്മിഷനിലും ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഓപ്പറേഷൻ, അടിസ്ഥാനപരമായ പ്രവർത്തനം ആണ് ഇത് സ്കാനിങ്ങും സിങ്ക്രണൈസിങ്ങും. അപ്പൊ സ്കാനിങ്ങും സിങ്ക്രണൈസിങ്ങുമാണ് പിക്ചർ ടെലിഗ്രാഫിയെയും ടെലിവിഷൻ ട്രാൻസ്മിഷനെയും സഹായിക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാക്കുന്നത്. ദ മേജർ ഡിഫറൻസ് ഈസ്, ഇവ തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്, ദ മേജർ ഡിഫറൻസ്, പ്രധാന ഡിഫറൻസ് ഈസ് ദ സ്പീഡ് ഓഫ് സ്കാനിങ്. സ്കാനിങ്ങിലുള്ള വേഗതയാണ്, സ്കാനിങ്ങിലുള്ള വേഗതയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, when ടെലിവിഷൻ ടെക്നോളജിയിലാകുമ്പോൾ can scan an image in a fraction of a second. അതായത് ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വളരെ കുറഞ്ഞ സമയം. സെക്കൻഡിന്റെ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സെക്കൻഡിന്റെ ഏതാനും അംശങ്ങൾ, സെക്കൻഡിന്റെ അംശങ്ങൾ മതി ടെലിവിഷൻ ടെക്നോളജിയിൽ സ്കാനിങ്ങിന്. അപ്പോൾ സെക്കൻഡിന്റെ ഏതാനും ഞൊടിയിട അംശങ്ങൾക്കുള്ളിൽ നമുക്ക് ടെലിവിഷൻ ടെക്നോളജിയിൽ സ്കാനിങ് ചെയ്യാൻ കഴിയും, അത്രയും വേഗതയാണ്. എന്നാൽ അതേസമയം തന്നെ ഇറ്റ് ഈസ് ഡൺ വിത്ത്, ഈ ഒരു സംവിധാനം, ഈ ഒരു സ്കാനിങ് എവിടെ നടക്കും, പിക്ചർ ടെലിഗ്രാഫിയിൽ അത്ര വേഗമല്ല. വിത്ത് എ ഡ്യൂറേഷൻ എക്സീഡിങ് സെവറൽ മിനിറ്റ്സ് ഇൻ പിക്ചർ ടെലിഗ്രാഫി. പിക്ചർ ടെലിഗ്രാഫിയിലാണെങ്കിൽ ഈ സ്കാനിങ്ങിന് ഏതാനും മിനിറ്റുകൾക്ക് അധികം സമയം വേണം. ആ പിക്ചർ ടെലിഗ്രാഫിയിലാണെങ്കിൽ ഇത് ചെയ്യുന്നതിന് എ ഡ്യൂറേഷൻ എക്സീഡിങ് സെവറൽ മിനിറ്റ്സ്, ഏതാനും മിനിറ്റുകൾ പോരാ, കുറച്ചുകൂടിയൊക്കെ സമയം അധികമായിട്ട് വരും ഇൻ പിക്ചർ ടെലിഗ്രാഫി കേട്ടോ. അപ്പൊ പിക്ചർ ടെലിഗ്രാഫി ആണെങ്കിലും ശരി, അതല്ല ടെലിവിഷൻ ടെക്നോളജി ആണെങ്കിലും ഇതിനെ സാധ്യമാക്കുന്ന ഇതിലെ വർക്കിംഗ് ഓപ്പറേഷൻ ആണ് ഏത്, സ്കാനിങ്ങും സിങ്ക്രണൈസിങ്ങും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാണ്, തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.